എനിക്കും വീടുണ്ട്, ഉം, നിനക്കും വീടുണ്ട്. ഉം. എന്നിട്ട് എന്താ എന്നെയും കൊച്ചിനെയും കൊണ്ട് ഈ വാടക വീട്ടിൽ കിടക്കുന്നത്? അതെന്താണെന്നോ, ഉം, നീ ഇപ്പം നിനക്ക് ഇഷ്ടമുള്ള സമയത്തല്ലേ എഴുന്നേക്കുന്നത്, ഉം, ഇഷ്ടമുള്ള സമയത്തല്ലേ കിടക്കുന്നത്, ഉം, നിനക്ക് ഇഷ്ടമുള്ള ഫുഡല്ലേ വെക്കുന്നത്. ഉം, ചിലപ്പോൾ നിനക്ക് ഫുഡ് വെക്കാൻ തോന്നിയില്ല, അങ്ങനെയാണെങ്കിൽ നീ പുറത്ത് പോയി കഴിക്കും, അല്ലെ ഓർഡർ ചെയ്ത് കഴിക്കും, ഉം, ഇല്ലേ? ഉം, അതല്ല, നിനക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെന്ന് തോന്നുന്നു, ഉം, എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് വരാമല്ലോ. ഉം, കാരണം നമുക്ക് ആരോടും പറയുകയും വേണ്ട, നമുക്ക് ആരോടും എടുക്കുകയും വേണ്ട, മറ്റുള്ളവരുടെ സമയത്തിന് നമ്മൾ നമ്മുടെ ജീവിതശൈലി മാറ്റണ്ട. ഉം, നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ ചെയ്യാം, ഇല്ലേ? ആ ഒരു പ്രൈവസി എന്ന് പറയുന്നൊരു സാധനം നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ രണ്ടും കൂടെ വഴക്കൂടിയെന്ന് വെച്ചോ, ഉം, വഴക്കൂടുമ്പോഴത്തേക്ക് നമുക്കിടയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഉം, വേറെ ആരും വന്ന് കോംപ്രമൈസ് ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ പെട്ടെന്ന് തന്നെ മിണ്ടും. ഉം, ഉം, അതല്ല, നമ്മുടെ വീട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ആ നമ്മൾ രണ്ടിൽ നിന്ന് അത് മൂന്നാമത് ഒരാളിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഈ ഡിവോഴ്സ് പോലുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. എന്ന് കരുതി നീ ഇപ്പം നിൻ്റെ അമ്മയെ കാണാഞ്ഞോ, ആ, അച്ഛനെ കാണാഞ്ഞോ, ആരും ഇരിക്കുന്നില്ലല്ലോ. ഉം, ഉം. എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷനുണ്ട്, കാണുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യയ്ക്കും ഭർത്താവിനും പ്രൈവസി അത് വേണമെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നതാണ് നല്ലത്. എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബമായിട്ട് കഴിയുന്നത് അത് വേറൊരു ഫീല് ആസ്വദിക്കുന്നവർക്ക് ആസ്വദിക്കാം. എന്നാലും കൂടുതലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനെ വാടക കൊടുത്താലും കുഴപ്പമില്ല, സ്വസ്ഥം സമാധാനം.